എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് എങ്ങനെ ഫോൺ അഡിക്ഷൻ മാറ്റുമെന്നുള്ളത്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മറ്റു കാര്യത്തിനൊന്നും ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, ശരീരത്തിനും മനസ്സിനും ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം, അലസത, മടിയൊക്കെ ഫീൽ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ഫേസിലൂടെയാണ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രെയിൻ റോട്ട് എന്നുള്ളൊരു കണ്ടീഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രെയിൻ റോട്ടിനെ കുറിച്ചും ഈ ബ്രെയിൻ റോട്ട് എങ്ങനെ മാറ്റി നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലിവ് ചെയ്യാം എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് എലിസബത്ത്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹീൽ ആൻഡ് ത്രൈവ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് ഞാൻ എല്ലാ മാസവും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം അതിൻ്റെ ഡേറ്റ് വരുന്നത് April 13 ആണ്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വർക്ക്ഷോപ്പ് എന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ. ഈ വീഡിയോ 3 ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് ബ്രെയിൻ റോട്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഈ ബ്രെയിൻ റോട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള 5 ടിപ്സ് ആണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഹോംവർക്ക് ഉണ്ട്. സോ നിങ്ങൾ ഒരു ചാപ്റ്റർ പോലും മിസ്സാവാണ്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മടിയാണ്, അതല്ലെങ്കിൽ ഇത്രയും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്പീഡിൽ ഈ വീഡിയോ ഓടിച്ചിട്ട് കാണാം, അല്ലെങ്കിൽ വീഡിയോ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്താലും മതി. ചാപ്റ്റർ 1, വാട്ട് ഈസ് ബ്രെയിൻ റോട്ട്. 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് അവരുടെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ഇതങ്ങനെ ഒരു മെഡിക്കൽ ടേമോ ഒരു ഡയഗ്നോസിബിൾ ടേമോ ഒന്നും അല്ല. പക്ഷേ ഈ നമ്മളുടെ മൈൻഡ്ലെസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അഡിക്ഷനും ഫോൺ ഉപയോഗത്തിനും ഒക്കെ നമ്മളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ബ്രെയിൻ റോട്ടിന്റെ ഡെഫിനിഷൻ പ്രകാരം പറയുവാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള നിലവാരം കുറഞ്ഞ കോണ്ടന്റ് നമ്മൾ ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സ്ഥിരമായിട്ട് കാണുമ്പം നമ്മുടെ ബുദ്ധിയിലും മാനസിക ക്ഷമതയിലും സംഭവിക്കുന്ന ശേഷിക്കുറവാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. എപ്പോഴും ഷോർട്സും റീൽസും ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, വലിയ വീഡിയോസ് ഒന്നും കാണാനുള്ള ഒരു ക്ഷമയോ മനസ്സോ ഒന്നും ഉണ്ടാവാതിരിക്കുക, സ്പീഡിൽ വീഡിയോ ഓടിച്ചു വിട്ട് കാണുക. ഈവൻ സിനിമയാണെങ്കിൽ പോലും ആ സിനിമയുടെ പേസിലല്ലാതെ സ്പീഡിൽ കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. ഇതൊക്കെ ബ്രെയിൻ റോട്ടിൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, മടി, ഇതൊക്കെ വളരെ അപകടകരമായ നിലയിൽ എഫക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. നമ്മളുടെ നല്ല പൊട്ടൻഷ്യൽ അൺഫോൾഡ് ചെയ്യാൻ ഈ ബ്രെയിൻ റോട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം സൃഷ്ടിക്കാറുണ്ട്. സോ ഈ ബ്രെയിൻ റോട്ട് മാറ്റുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഇന്റൻഷണൽ സ്റ്റെപ്സ് എടുത്താൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. ബ്രെയിൻ റോട്ടിൽ നിന്ന് നമ്മുടെ തലച്ചോറിനെയും മനസ്സിനെയും ശരീരത്തെയും ഒക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 5 ടിപ്സാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടിപ്പ്, ക്യൂറേറ്റ് യുവർ ഫോൺ ആൻഡ് സോഷ്യൽ മീഡിയ. അതായത് നമുക്ക് നല്ല രീതിയിൽ, നല്ല പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഫോണും സോഷ്യൽ മീഡിയ ആപ്സും ഒക്കെ ക്യൂറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം അനാവശ്യമായിട്ടുള്ള ആപ്സ് ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കോണ്ടന്റ് നമ്മുടെ അൽഗോരിതത്തിൽ വരുന്നത് അൺഇൻട്രസ്റ്റഡ് കൊടുത്തു വിടുക. നമുക്ക് അത്ര നല്ല ഇമോഷൻസും ഒന്നും അല്ല തരുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അവരെയൊക്കെ അൺഫോളോ ചെയ്യുക. അങ്ങനെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, നമുക്ക് എഡ്യൂക്കേറ്റീവായിട്ട്, നമുക്ക് നല്ലൊരു ഹീലിംഗ് എൻവയൺമെൻറ്റും നമുക്ക് നല്ല പോസിറ്റീവ് വൈബ്സും തരുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കോണ്ടന്റിനെയും മാത്രം നമ്മുടെ ഫീഡിൽ അലൗ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുറേ ആപ്സും അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഫോണിൽ വെച്ചിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്യുക. ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രം എനേബിൾ ചെയ്യുക. ഇങ്ങനെ നമ്മളുടെ ഫോൺ നല്ലൊരു ക്ലട്ടർ ഫ്രീ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അനാവശ്യമായിട്ട് ഫോൺ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ ടിപ്പ്, ക്രിയേറ്റ്. നിങ്ങൾ ഓരോരുത്തരും വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ടിപ്പാണ് ക്രിയേറ്റ് എന്നുള്ളത്. എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം.
ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് മാത്രമല്ല, നമ്മൾ ക്രിയേറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഒരു അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ഡിസോർഡേഴ്സിന് കാരണമായേക്കാവുന്ന വരെ സാഹചര്യങ്ങൾ എത്തിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ക്രിയേറ്റീവ് അല്ലെങ്കിൽ. നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാം. വേണമെങ്കിൽ കുക്കിംഗ് ചെയ്യാം, അതല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം. ഒരുപാട് പേർക്ക് കോണ്ടന്റ് ക്രിയേഷനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പല കാര്യങ്ങളും അവരെ തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കൂടുതൽ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നതിന് പകരം നമുക്കും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കൊരു നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് ലിവ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളത് അതിനെപ്പറ്റി നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. പലർക്കും അത് പല രീതിയിലായിരിക്കും. ചിലർക്ക് എഴുതാനായിരിക്കും, ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും, കുക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എംബ്രോയിഡറി, തയ്യൽ അതുപോലത്തെ കാര്യങ്ങളായിരിക്കും, അതല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻ ആയിരിക്കും, ഫോട്ടോ എടുക്കുന്നതായിരിക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ്സ് കുറേ കൂടെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നമ്മളെ വെറുതെ ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ പാസീവായിട്ട് ജീവിക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റിയിട്ട് വളരെ ആക്റ്റീവായിട്ട് ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് ലിവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ടിപ്പ് 3, യൂസ് സ്ക്രീൻ ടൈം ഫീച്ചേഴ്സ് ആൻഡ് അതർ ആപ്സ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെ അനാവശ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയും ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് എത്ര നേരം വരെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനെ പറ്റി നമുക്കൊരു അവയർനെസ്സും ഇല്ല എന്നുള്ളതാണ്. അതിനാണ് നമ്മളുടെ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ സ്ക്രീൻ ടൈം എത്രയാണെന്ന് അറിയാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, ഫോക്കസ് മോഡുണ്ട്, DND മോഡുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് മറ്റ് പല ആപ്സും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈയിടെ എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നോട് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് യുവർ അവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് കുറേ ആപ്സ് ഉണ്ട്. സോ ഞാൻ ചിലതിൻ്റെയൊക്കെ പേരുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് ആപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി അത് ഹെൽപ്ഫുൾ ആവും. സ്ക്രീൻ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ടൈം സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യാനും ഇങ്ങനെ ഈ സ്ക്രീൻ ടൈം ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 4ാമത്തെ ടിപ്പ്, സെറ്റ് ഫോൺ ഫ്രീ സോൺസ്. വാഷ്റൂമിൽ പോകുമ്പം വരെ ഫോൺ ഉപയോഗം നിർബന്ധമാക്കിയിരിക്കുന്നവരാണ് പലരും തന്നെ. നമ്മൾ ഫോൺ ഉപയോഗം കുറയ്ക്കണം, നമ്മൾക്ക് ബ്രെയിൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില സർക്കംസ്റ്റാൻസസിലെങ്കിലും ഇൻറ്റൻഷനലായിട്ട് നിർബന്ധമായിട്ടും ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കത്തില്ല എന്ന് തീരുമാനിക്കാം. അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് ഡിജിറ്റൽ ഡിവൈസസ് എല്ലാം ഷട്ട് ചെയ്ത് വെക്കുക എന്ന് തീരുമാനിക്കാം. എനിക്ക് ഏറ്റവും പേഴ്സണലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റതിന് ശേഷം 1 മണിക്കൂർ ഫോൺ തൊടാതെ ഇരിക്കുന്നത്. ഇത് ഒരുപാട് നിലകളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം. ആ സമയത്ത് ഒരു കാരണവശാലും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ പല കാര്യങ്ങളും റിസീവ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ സബ് കോൺഷ്യസിൽ വളരെ സോളിഡിഫൈങ് ആയിട്ടുള്ള ബിലീഫ്സ് സെറ്റ് ആവുകയും ചെയ്യുന്ന സമയമാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം. സോ ഈ സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗം നിർബന്ധമായിട്ടും ഇല്ലാണ്ടാക്കേണ്ടതാണ്. അതായത് തീർത്തും ഉപയോഗിക്കാൻ പാടില്ല. ടിപ്പ് 5, എംബ്രേസ് നത്തിങ്നെസ്. ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഐഡിയാസ് വരുന്നതും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സമയം പോലും ഉണ്ടാവുന്നില്ല. അതായത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ കാണും, നമ്മളെപ്പോഴും മൈൻഡ്ലെസ്ലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇത് നമ്മളെ ഒരുപാട് നമ്മളുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ചുമ്മാ കുറേ നേരം വെറുതെ ഇരിക്കാനും അതല്ലെങ്കിൽ നല്ലതായിട്ടും മോശമായിട്ടുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് വരാനും പോകാനും ഒക്കെ അനുവദിക്കുന്നതും ഒക്കെ നമ്മളുടെ ഇമോഷണൽ പ്രോസസ്സിങ്ങിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഐഡിയാസ് വരുന്നത് എഴുതി വെക്കാനും ഒക്കെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കണം. സോ ഈ ആഴ്ചത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഡു എ ഡിജിറ്റൽ ഡീറ്റോക്സ്. ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ ഡിവൈസസിൽ നിന്നെല്ലാം മാറി
വേണ്ടിയിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ ബ്രേക്ക് എടുക്കുന്നതിനെയാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കുറേയായി ഞാനത് ചെയ്തിട്ട്, പക്ഷേ എനിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് കുറച്ചും കൂടെ നല്ല ആക്റ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടൊക്കെ തിരിച്ചു വരാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്നത്. നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സമയം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ചിലർക്ക് കുറച്ച് മണിക്കൂറുകൾ ഇത് മാത്രമേ അത് പറ്റുള്ളൂ, പക്ഷേ കുറച്ച് ദിവസങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. സോ എന്താണോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും സമയത്തേക്ക് നിങ്ങളൊരു ഡിജിറ്റൽ ഡീറ്റോക്സ് പ്ലാൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കമൻറ്റ് ബോക്സ് വായിക്കുന്നവർക്കും അതും ഹെൽപ്ഫുൾ ആവുമല്ലോ. സോ ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ.